അസ്സലാമു വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡയപ്പറിനെ കുറിച്ചിട്ടുള്ള വീഡിയോ അല്ലെങ്കിൽ മീഷോ ഹോൾ വീഡിയോ അല്ലെങ്കിൽ ആമസോൺ അൺബോക്സിങ് വീഡിയോ ഒന്നുമല്ല. ഇന്ന് ഇവൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്നാണ് കാണിക്കുന്നത്, ഇതിനുള്ളിൽ എന്തെല്ലാം ഉണ്ടെന്നാണ് കാണിക്കുന്നത്. ഞാൻ എൻ്റെ ലിപ് ബാമൊക്കെ ക്യാരി ചെയ്യണ ഒരു പൗച്ചാണ്. ഈ പൗച്ച് ഇതാ ഷുഗറിന് ഒരു ലിപ്സ്റ്റിക്ക് പർച്ചേസ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ ഞാൻ ഇതിലാണ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ക്യാരി ചെയ്യാറ്. ഇതൊക്കെ നല്ല പ്രൊഡക്ട്സ് ആണോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതൊക്കെ അറിയണോലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളി. ഇതൊക്കെ എനിക്ക് ഷെയ്ഡ് ഇഷ്ടപ്പെടുമ്പോൾ അങ്ങനെ വാങ്ങിക്കണ കുറച്ച് പ്രൊഡക്ട്സാണ്. അങ്ങനെ 1 by 1 ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് തന്നെ ഈ പൗച്ച് ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ. ഒരു ഗ്ലിറ്റർ ടൈപ്പ് പൗച്ചാണ്. ഞാനങ്ങനെ ഷുഗറിൻ്റെ പ്രൊഡക്ട്സ് അധികം വാങ്ങിക്കാറൊന്നുമില്ല. അപ്പോൾ ഒരു പ്രാവശ്യം വാങ്ങിച്ചപ്പോൾ എനിക്ക് കിട്ടിയതാണ്. ഇത്രയും ഐറ്റംസാണ് ഇതിൻ്റെ ഉള്ളിൽ. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്ട്സാണ്, അല്ലാതെ ഞാൻ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച പ്രൊഡക്ട്സ് ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പലതിനും ക്യാപ്പ് പോലും ഇല്ല. കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സാണ്. ഫസ്റ്റ് തന്നെ ഞാൻ ഇപ്പോൾ ഇട്ട ഷെയ്ഡ്, ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോഴും സ്റ്റോറി ഇടുമ്പോഴൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് ഈ ഷെയ്ഡ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടും. അപ്പോൾ അതാ ഫസ്റ്റ് തന്നെ ഇത് മെബിലിൻ്റെ സൂപ്പർ സ്റ്റേ മാറ്റ് ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഇത് ഷെയ്ഡ് വന്നിട്ട് ഷെയ്ഡ് കാണുന്നുണ്ടോ, 70. ആമസോണിയാണ് ഇതിൻ്റെ ഷെയ്ഡ്. ഇതാണ് ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ലിപ്സ്റ്റിക്ക്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്ക് എന്ന് പറയും. ഞാൻ ഈ ഒരു ഷെയ്ഡിനോട് ഒന്ന് മാറ്റി പിടിച്ചുകൂടെ എന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ട് ഞാൻ അങ്ങനെ മാറ്റിയിട്ട് കുറേ അങ്ങനെ വന്നതാണ്. എൻ്റെ ഈ പൗച്ചിൽ വേറെയുള്ള ലിപ്സ്റ്റിക്കൊക്കെ ഞാൻ ഈ ഒരു എണ്ണം മാത്രം യൂസ് ചെയ്തിരുന്ന ഒരാളാണ്. അപ്പം ഞാൻ എന്നാൽ ഒന്ന് മാറ്റി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഷെയ്ഡ് ഇഷ്ടപ്പെടുമ്പോൾ വാങ്ങിക്കും. ബട്ട് പിന്നെയും ഞാൻ ലാസ്റ്റ് ഇതും തന്നെ എത്തുന്ന ഒരവസ്ഥയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ചിലപ്പോൾ പറഞ്ഞാൽ വിശ്വാസം ഉണ്ടാവില്ല. ഇതാ ഇത് സെയിം ഷെയ്ഡ് 70 കഴിഞ്ഞ ഒരു ബോട്ടിലാണ്. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യണ ഒരു ബോട്ടിലാണ്. ഇനി ഇത് മാത്രമല്ല, എൻ്റെ കയ്യിൽ ഇതിൻ്റെ ഇനിയും കഴിയുന്നതുണ്ട്. ഞാനത് എൻ്റെ വീട്ടിലാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ളത് വെച്ച് കാണിച്ചു തരാണ്. അപ്പോൾ അടിപൊളി ഷെയ്ഡാണ്. ഓൾമോസ്റ്റ് എല്ലാ സ്കിൻ ടോണിനും സ്യൂട്ടാവുന്ന ഒരു ഷെയ്ഡാണ്. 70 ആമസോണിൽ ഞാൻ ഷെയ്ഡൊക്കെ ഇവിടെ കൊടുക്കാം കേട്ടോ. ഓൾമോസ്റ്റ് 700ൻ്റെ ഉള്ളിൽ 699 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഓൺലൈൻ നൈക്കിന്നൊക്കെ ചില ടൈമിൽ ഓഫറിൽ അതിലേറെ പ്രൈസ് കുറഞ്ഞിട്ടൊക്കെ കിട്ടാറുണ്ട്. ഞാനധികം ഷോപ്പിൽ നിന്നാണ്, കാരണം എനിക്ക് കഴിയുമ്പോഴത്തേന് ഈ ഒരു ഷെയ്ഡിൻ്റെ കയ്യിൽ വേണം. ചിലപ്പോൾ കഴിഞ്ഞിട്ടാവും ഞാൻ പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഷോപ്പിൽ നിന്നാണ് അധികം പർച്ചേസ് ചെയ്യാറ്. പക്ഷെ ഞാൻ നൈക്കിലൊക്കെ കണ്ടിട്ടുണ്ട് ഇത് സെയിലിൻ്റെ ടൈമിലൊക്കെ നല്ല ഓഫറിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ നൈക്കിലിൻ്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ അതും ഞാനിവിടെ ആഡ് ചെയ്യാം. നെക്സ്റ്റ് ഇതാ മെബിലിൻ്റെ തന്നെ ഒരു സൂപ്പർ സ്റ്റേ മാറ്റിങ് തന്നെയാണ്. ബട്ട് ഷെയ്ഡ് ഡിഫറെൻ്റ് ആണ്. ഷെയ്ഡ് വന്നിട്ട് 245 സീക്കർ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. അപ്പോൾ ഞാൻ ഇനി ഈ ഷെയ്ഡൊന്ന് അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഷെയ്ഡ്. അപ്പോൾ എൻ്റെ ആമസോണിയം കഴിഞ്ഞ ടൈമിൽ ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയല്ലോ, ഇത് കഴിഞ്ഞ ടൈമിൽ ഞാൻ ഷോപ്പിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് അവിടെ അതുണ്ടായിരുന്നില്ല. ആ ഒരു ഷെയ്ഡ് അവിടെ സ്റ്റോക്ക് ഔട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ അതെടുക്കാതെ പോരുന്ന ടൈമിൽ അവിടെ ഇങ്ങനെ നമ്മുടെ പിടിച്ചു നിർത്താൻ കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ, ഇത് നിങ്ങൾക്ക് ഭയങ്കര മാച്ചിങ് ആണ്, നിങ്ങൾ സ്കിൻ അടിപൊളിയാണ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെക്കൊണ്ട് എടുപ്പിച്ച ഒരു ഷെയ്ഡാണ് ഇത്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഷെയ്ഡ് വരുന്നത്. ഷെയ്ഡ് അടിപൊളിയാണെന്നല്ല, എനിക്ക് ആ ഒരു കളറാണ് ഒന്നുകൂടി ഇഷ്ടം. ഷെയ്ഡ് എനിക്കിഷ്ടമാണ്. ഒന്നും കൂടി നമ്മുടെ മുഖം ഒന്ന് ബ്രൈറ്റ് ആയിട്ടൊക്കെ കാണിക്കും. അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഞാൻ കിട്ടുകയാണെങ്കിൽ കൊടുക്കാം. പിന്നെ എല്ലാ ഇതിൻ്റെ ഷെയ്ഡും ഞാൻ കൊടുക്കുന്നത് സെർച്ച് ചെയ്തോളി, നല്ല ഷെയ്ഡ്സ് തന്നെയാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഷുഗറിൻ്റെ ഒരു ട്രാൻസ്ഫർ പ്രൂഫ് ലിപ് ഗ്ലോസ് ആണ് കേട്ടോ. ട്രാൻസ്ഫർ പ്രൂഫ് ലിപ് ഗ്ലോസ്. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ബ്രിക്ക് ബാഡോ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് തന്നെ തോന്നുന്നുണ്ട്, കാരണം ഇതിൽ കുറച്ചിങ്ങനെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്താണെന്ന് എനിക്കറിയില്ല, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇത് ചിലപ്പോൾ ഇത് മാത്രം അപ്ലൈ ചെയ്യാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ആമസോണിയം അപ്ലൈ ചെയ്തിട്ട് അതിന് മുകളിലൊരു
ഒരു ഗ്ലോയിങ് അല്ലെങ്കിൽ ഒരു ഗ്ലോസ് ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് മാത്രം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഷെയ്ഡ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് എനിക്ക് എന്താ അറിയില്ല, എനിക്കിതിനോടൊരു ഭയങ്കര ഇഷ്ടമുണ്ട്. അപ്പോൾ ഞാനിത് സ്വയം യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഏതെങ്കിലും ലിപ്സ്റ്റിക്ക് അധികം ആമസോണിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇത് ഇട്ട് കൊടുക്കാറുണ്ട്. ചെറുതായിട്ടൊന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡും ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ. ഒരു ഡിഫറെൻറ്റ് ലുക്കാണ്. അപ്പോൾ നമ്മൾ ഷെയ്ഡ്സ് മാറ്റിയാൽ തന്നെ, നമ്മൾ ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് മാറ്റിയാൽ തന്നെ നമ്മളെ ലുക്കിന് തന്നെ ടോട്ടലി ഒരു മാറ്റം വരുന്ന പോലെയാണ്. എനിക്ക് അങ്ങനെയൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. എനിക്ക് മേക്കപ്പിൽ ഏറ്റവും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനം എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക്കാണ്. എന്താ പറയാ, പ്രസവിക്കാൻ വേണ്ടിയിട്ട് ലേബർ റൂമിൽ പോണതിന്റെ തലേ ദിവസം പറഞ്ഞില്ലേ ലിപ്സ്റ്റിക്ക് കൂടെ പുതിയ ലിപ്സ്റ്റിക്ക് വാങ്ങിക്കൊടുന്നേരുണ്ട്. എന്നിട്ട് എനിക്ക് കൊണ്ടതൊന്നും കൂടി ചോദിച്ചു. എന്താ മെബിലൈനോ അങ്ങനത്തെ ഒരു കമ്പനിയുടെ ഇങ്ങോട്ട് വാങ്ങിക്കൊടുന്ന് കൊടുത്തു. ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടാണ് എന്താ പറയാ ലേബർ റൂമിൽ പോയിരുന്നത്. അതെന്തിനാന്നും കൂടി പറഞ്ഞു. കുട്ടി കാണുമ്പോ കുറച്ച് ചുവപ്പില്ല ചുണ്ടില്ല ആളല്ലേ. കാരണം ഇപ്പോൾ വേറെ മുഖത്തൊന്നും ചെയ്യാതെ ലിപ്സ്റ്റിക് ഇട്ടാലും ഒരു സാറ്റിസ്ഫാക്ഷനാണ്. ലിപ്സ്റ്റിക് ഇടാതെ പുറത്തിറങ്ങിയ തീരെ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ്. ഇത് അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. കാരമൽ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. മൈഗ്ലാമിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. പിന്നെ ഞാനിത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയ ടൈമിൽ എൻ്റെ അടുത്ത് അവിടെ ഉള്ളവർ പറഞ്ഞത് എനിക്ക് അത്യാവശ്യം നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പിഗ്മെൻറ്റേഷൻ നന്നായിട്ടുണ്ട് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് സൂപ്പർ സ്റ്റേ യൂസ് ചെയ്താൽ, അതായത് ലിക്വിഡ് ലിപ്സ്റ്റിക്സ് ഒക്കെ യൂസ് ചെയ്താൽ അത്യാവശ്യം നല്ല പിഗ്മെൻറ്റേഷൻ വരും. കാരണം നമ്മുടെ ലിപ്പിനെ അതിങ്ങനെ ഡ്രൈ ആക്കി വെച്ചിട്ട് അപ്പോൾ അത് അത്യാവശ്യം നല്ല പിഗ്മെൻറ്റേഷൻ വരും. അപ്പോൾ ഇത് യൂസ് ചെയ്ത് വെച്ചിട്ട് പിഗ്മെൻറ്റേഷൻ കുറയൊന്നുമില്ല. ബട്ട് അതിനുള്ള കുറച്ച് മെഡിക്കൽ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്ത് നല്ലപോലെ നോക്കിയിട്ട് പിന്നെ വേണ്ട ടൈമിൽ ഇങ്ങനത്തെ ബുള്ളറ്റ് ഐറ്റംസ് യൂസ് ചെയ്താൽ അത്ര തന്നെ പിഗ്മെൻറ്റേഷൻ വരില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചൊരു പ്രൊഡക്റ്റാണ് ഞാനിത്. അത്യാവശ്യം നല്ല ഷെയ്ഡാണ്. ഓരോരുത്തർക്കും മാച്ച് ചെയ്യുന്ന ഷെയ്ഡ് നോക്കിയിട്ട് ഇങ്ങനെ ബുള്ളറ്റിൻ്റെ ഒരെണ്ണം കയ്യിൽ വെക്കുകയാണ് നല്ലത്. പിഗ്മെൻറ്റേഷനൊക്കെ വരുമ്പോൾ കുറച്ച് കാലം അതിനൊന്ന് മാറ്റി എടുത്തിട്ട് ഇതൊന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഓൾമോസ്റ്റ് എല്ലാ സ്കിൻ ടോണിനും സ്യൂട്ടാവുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഓൾമോസ്റ്റ് എല്ലാം നല്ല പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. നെക്സ്റ്റ് പ്രൊഡക്റ്റും മൈഗ്ലാമിൻ്റെ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ലിഡൊക്കെ പോയിട്ടുണ്ട് ഞാൻ യൂസ് ചെയ്തിട്ട്. ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്ത് കാണിക്കണമെങ്കിൽ കുറച്ച് റിസ്ക്കാണ്. കാരണം ഇതില്ലേ ഇങ്ങനെ പോന്നിട്ടുണ്ട്. കുറച്ചായി വാങ്ങിച്ചിട്ട് അപ്പോൾ അതങ്ങനെ പോന്നിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല ഇത് അപ്ലൈ ചെയ്താൽ വരുന്നില്ലടോ. എന്താ അറിയില്ല. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, കണ്ടോ ഞാനിത് ഇങ്ങനെ വരയണുണ്ട്. അവിടെ എൻ്റെ കയ്യിലൊന്നും ആവണില്ല. കാണിച്ചു തരാം. ഇത് അപ്ലൈ ചെയ്താൽ വരുന്നില്ല. അപ്പം ഞാൻ ഇതിൻ്റെ ഈ സംഭവം തിരിച്ചിട്ടോക്കട്ടെ. പിന്നെ അവിടെ വല്ല വാക്സി ടൈപ്പ് എന്തെങ്കിലും പറ്റിപ്പിച്ചാണോ എന്നറിയില്ലല്ലോ. യെസ്, അത് തന്നെയാണ്. ഇപ്പോൾ വരുന്നുണ്ട്. ഈ ഇങ്ങനെ ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുമ്പോൾ അമ്മ എന്തെങ്കിലും വാക്സോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പറ്റിപ്പിടിച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. ഇത് എല്ലായിടത്തും ഈവൻ ആയിട്ടൊന്നുമില്ല. ഷെയ്ഡ് അടിപൊളി കേട്ടോ. എനിക്കിഷ്ടമാണ് ഈ ഷെയ്ഡ്. അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റാണ്. ഭയങ്കര സൂപ്പർ സ്റ്റേ അല്ല, ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ല. ബട്ട് ഒരു നൈസ് പ്രൊഡക്റ്റാണ്. ഇങ്ങനെ ഒരു ക്രയോൺ ടൈപ്പൊക്കെ ലിപ്സ്റ്റിക്കാണ് വരുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള UM9 ട്രോഫി എന്നാണ്. അതാണോ ഇതിൻ്റെ ഷെയ്ഡ് എന്ന് ഞാനൊന്ന് സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ ഷെയ്ഡും ഞാനിവിടെ കൊടുക്കാം കേട്ടോ. ഓക്കെ, നല്ല പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ലിഡൊക്കെ പോവാതെ സൂക്ഷിച്ച് വെക്കുക. പിന്നെ ഇങ്ങനെ പൊട്ടിപ്പോരും. അതൊക്കെ നോക്കിയിട്ട് യൂസ് ചെയ്യുക. മെല്ലെ 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 അപ്ലൈ ചെയ്തിട്ടുണ്ട്. എനിക്ക് കുറച്ച് ധൃതി കൂടിയത് കൊണ്ട് അതുകൊണ്ടാണ് എൻ്റെ പെട്ടെന്ന് പൊട്ടിയിട്ട്. നല്ലൊരു ഷെയ്ഡാണ്. എൻ്റെ മുഖത്തൊക്കെ ഏത് ഷെയ്ഡാണ് നല്ലപോലെ സ്യൂട്ടാവണമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ലാസ്റ്റ് വൺ ലിപ്സ്റ്റിക്കാണ്. ഈ ഒരു പ്രൊഡക്റ്റ് ഷുഗറിൻ്റെയാണ്. ഷുഗറിൻ്റെ ഷെയ്ഡ് വന്നിട്ട്
ടാൻ ഹെലൻ എന്ന് പറയുന്ന 05 ടാൻ ഹെലൻ എന്ന് പറയുന്ന ഒരു ട്രാൻസ്ഫർ പ്രൂഫ് ലിപ്സ്റ്റിക് ആണ്. ട്രാൻസ്ഫർ പ്രൂഫ് ലിപ്സ്റ്റിക്, മാറ്റ് അറ്റാക്കിൻ്റെ ട്രാൻസ്ഫർ പ്രൂഫ് ലിപ്സ്റ്റിക്. ഇതിങ്ങനെയല്ല പ്രൊനൗൺസ് ചെയ്യാനൊന്നും എനിക്കറിയില്ല. അപ്പോൾ 05 ടാൻ ഹെലൻ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. അപ്പോൾ ഇത് വാങ്ങിച്ചപ്പോഴാണ് എനിക്ക് ഇത് കിട്ടിയത്. അതുകൊണ്ട് ഇതിൻ്റെ കുറച്ച് ഫേവറേറ്റാണ്. പിന്നെ ഇത് ഞാൻ വാങ്ങിക്കാൻ പോയ ടൈമിൽ ഞാനും എൻ്റെ കസിനും കൂടിയാണ്, ഹസ്ബൻഡിൻ്റെ കസിനും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വാങ്ങിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ ആ ഷെയ്ഡ് ഉണ്ടല്ലോ, ആമസോണത്തിൻ്റെ ഷെയ്ഡാണ് പറയുക, അതൊന്ന് മാറ്റിയിട്ട് ഇനി ഇങ്ങനത്തെ ഇട്ടാൽ മതി, ഇതാണ് മുഖത്തൊക്കെ ഭയങ്കര ഭംഗി ഒക്കെ പറഞ്ഞിട്ട് എന്നെ കൊണ്ട് എടുപ്പിച്ച ഒരു ഷെയ്ഡാണിത്. അപ്പോൾ ഇത് എങ്ങനെയുണ്ടെന്ന് ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ ഷെയ്ഡ്. എവിടെയത്? ഇതാണ് ഈ ഒരു ഷെയ്ഡ്. ഇതാണോ എനിക്ക് മാച്ച്? നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇത് എടുത്തു വന്ന് നിൽക്കണം പോലെയുള്ള, ദൂരം നിന്ന് കാണുമ്പോൾ വേറൊരു ഇതാണ്. ദൂരം നിൽക്കുമ്പോൾ ഇങ്ങനെയൊരു, എടുത്തൊക്കെ വരുമ്പോൾ ഇങ്ങനെ തോന്നും. സത്യത്തിൽ ഇങ്ങനെ ദൂരെ നിൽക്കുന്ന ലുക്കാണ് ഇതിൻ്റെ കറക്റ്റ് ലുക്ക്. അപ്പോൾ ഇതാണ് ലിപ്സ്റ്റിക്ക്. ഇതെനിക്ക് ഭയങ്കര മാച്ചിങ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിച്ചത്. പക്ഷേ എനിക്കിഷ്ടമാണ്, ഇഷ്ടമല്ല എന്നല്ല, പക്ഷേ എനിക്കിതിട്ട് പുറത്തിറങ്ങുമ്പോൾ ഒരു കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ ഇതാണ് എൻ്റെ ലാസ്റ്റ് ലിപ്സ്റ്റിക്ക്. ഇത് വാങ്ങിച്ചപ്പോഴാണ് എനിക്കത് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡും ഞാൻ ഇവിടെ കൊടുക്കാം. ഇനി ഞാൻ എൻ്റെ ലിപ് ബാം കളക്ഷൻസ് ഒന്ന് കാണിച്ചു തരാം. അധികം കളക്ഷനൊന്നുമില്ല, സ്കിൻ കെയറും ലിപ് ബാമും ഒന്നും അധികം യൂസ് ചെയ്യാത്തതുകൊണ്ട് ഈ 3 എണ്ണമുള്ളത്. ഇത് രണ്ടും ദൈഗാണ്. ദൈഗ അടിപൊളിയായതുകൊണ്ട് തന്നെ ദൈഗൻ്റെ ഒരെണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഒരെണ്ണം കിട്ടുന്നില്ല, പുതിയ പീസാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു ദൈഗൻ്റെ പ്രൊഡക്റ്റ് ഉണ്ട്. ഇത് ദൈഗൻ്റെ ആണ്, നല്ല അടിപൊളി ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. പിഗ്മെൻറ്റേഷനൊക്കെ ഭയങ്കര കുറവില്ലവർക്കൊക്കെ ഇത് യൂസ് ചെയ്യണം, നല്ലതാക്കരം. പക്ഷേ എനിക്കിത് മാത്രം ഇട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തീരെ കോൺഫിഡൻസ് ഇല്ല. അതുകൊണ്ട് ഞാൻ ലിപ് ബാം എപ്പോഴും അപ്ലൈ ചെയ്യുക, അല്ല ലിപ്സ്റ്റിക്ക് എപ്പോഴും അപ്ലൈ ചെയ്യാറ്, മാറിപ്പോയത്. ഇത് സെബാമെട്ടിൻ്റെ ലിപ് ബാമാണ്. ഇത് അടിപൊളി കേട്ടോ. അതും അടിപൊളി, 2 ലിപ് ബാമും അടിപൊളി. ഞാൻ ലിപ് ബാം വേറെ ഒന്നും വാങ്ങിച്ചിട്ടില്ല. ദൈഗ ആൻഡ് സെബാമെട്ടാണ് എൻ്റെ കയ്യിലുള്ളത്. രണ്ടും അടിപൊളിയാണ്. അപ്പോൾ ഇതൊക്കെ നൈക്കിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ദൈഗൻ്റെ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഷുഗറിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്ക് പർച്ചേസ് ചെയ്യാൻ പോയ സമയത്ത് എൻ്റെ അടുത്ത് അവർ പറഞ്ഞു, ഞാൻ അവിടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പിഗ്മെൻറ്റേഷൻ കുറക്കാനുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടോ, ഭയങ്കര പിഗ്മെൻറ്റേഷൻ ഉണ്ട്, അപ്പോൾ അത് കുറക്കാനുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ എന്നോട് പറഞ്ഞത് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതിൻ്റെ മുന്നേ ലിപ് ബാമൊക്കെ ഇട്ടിട്ട് യൂസ് ചെയ്യുക. കാരണം ഡ്രൈ ആയ ലിപ്സിൽ ഒരിക്കലും അപ്ലൈ ചെയ്യരുത്. അപ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടൊക്കെ ഞാൻ എപ്പോഴും ട്രൈ ചെയ്യുന്ന ഒരു കാര്യമാണ് ലിപ് ബാം അപ്ലൈ ചെയ്തിട്ട് ലിപ്സ്റ്റിക് ഇടാൻ. പക്ഷേ ഞാൻ ലിപ് ബാം അപ്ലൈ ചെയ്തതിൻ്റെ മുകളിൽ ലിപ്സ്റ്റിക് ഇടുമ്പോൾ അത് അവിടെ ഇവിടെ ഇങ്ങനെ പോവുക, ഈവനായിട്ട് എല്ലായിടത്തും എൻ്റെ ലിപ്സ്റ്റിക്ക് നിൽക്കില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, എന്നാൽ ലിപ് പ്രൈമർ ഉണ്ട്, അതൊന്ന് വാങ്ങിച്ച് വെക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഷുഗറിൻ്റെ തന്നെ അവരെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത്. ഇത് അപ്ലൈ ചെയ്തിട്ട് 10 മിനിറ്റിന് ശേഷം നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ടാൽ ഇല്ല പിഗ്മെൻറ്റേഷൻ കൂടാതെ ഇത് ഹെൽപ്പ് ചെയ്യും. കാരണം ഇതിൻ്റെ മുകളിലാണല്ലോ നമ്മൾ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുക, ഡയറക്റ്റ് നമ്മൾ ലിപ്പിലല്ലല്ലോ. അപ്പോൾ ഇല്ല പിഗ്മെൻറ്റേഷൻ കൂടാതെ ഹെൽപ്പ് ചെയ്യും, അല്ലാതെ ഓൾറെഡി ഉള്ള പിഗ്മെൻറ്റേഷൻ കുറയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിച്ചതാണ്. ഇത് ഷുഗറിൻ്റെ സീൽ ദ ഷോ പ്രൈമർ, ലിപ് പ്രൈമറാണ്. ഇങ്ങനെയാണ് വരുന്നത്. ഇത് നല്ലപോലെ എല്ലായിടത്തും അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടാം. ഇതിൻ്റെ പകരം നമുക്ക് ലിപ് ബാം ഇട്ടിട്ടും ലിപ്സ്റ്റിക്ക് ഇടാം. ഡ്രൈ ആയ ലിപ്സിൽ അപ്ലൈ ചെയ്യുന്നതിനെക്കാട്ടിലും ബെറ്റർ ആവും നമ്മളൊന്ന് ലിപ് ബാം എന്തെങ്കിലും കൊടുത്തിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഇനി എനിക്ക് ഒരു പ്രൊഡക്റ്റും കൂടി കാണിച്ചു തരാനുണ്ട്, ഞാനത് മറന്നു പോയതാണ്. അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ്. ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡാണ്. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഞാൻ 1-2 സൈറ്റിലൊക്കെ നോക്കിയത്, ഇപ്പോൾ ഇത് സ്റ്റോക്ക് ഔട്ടായിരുന്നു. അങ്ങനെ ഞാനിതാ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്തതാണ്. ഹൂബ്സൂരത്ത് കുച്ചിപ്പുടി, മാസിൻ്റെ ഹൂബ്സൂരത്ത് കുച്ചിപ്പുടി എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. അപ്പോൾ ഇനി ഞാനിതൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം. എനിക്കറിയില്ല അത് എങ്ങനെയുണ്ട്. ഞാനിപ്പോൾ നിങ്ങളെ മുമ്പിൽ നിന്നാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് ഭയങ്കര ഒരു, എന്താ പറയുക, ഒരു ലിപ് ബാമിൻ്റെ ഒക്കെ പോലെയുള്ള ഒരു ഇതാട്ടോ. അത്രയും സോഫ്റ്റാണ്.
അപ്ലൈ ചെയ്താൽ ഭയങ്കര സിമ്പിളാണ്. പിന്നെ ഇതിൻ്റെ ഷെയ്ഡും നല്ല ഭംഗിയുണ്ട്. ഇത് എല്ലാവർക്കും മാച്ച് ചെയ്യണ ഒരു ഷെയ്ഡാണ്. ഇതിന് ഈ 100 സംതിങ്ങോ 200ൻ്റെ ഉള്ളിലോ അത് 200 സംതിങ് എന്തോ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നല്ലതാണോ ഇനി ലിപ്പിൽ പിഗ്മെൻറ്റേഷൻസും കാര്യങ്ങളും ഉണ്ടാക്കുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഷെയ്ഡും അതിൻ്റെ ഒരു ടെക്സ്ചറും അടിപൊളിയാണ്. അപ്പോൾ ഇതാ മാസിൻ്റെ ഹൂബ്സൂറത്ത് കുച്ചിപ്പൊടി അടിപൊളി പ്രൊഡക്റ്റാട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ഇത് 1-2-3 ദിവസമായിട്ടുണ്ട് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ബട്ട് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ അത് അൺബോക്സ് ചെയ്യാമെന്ന് കരുതിയിട്ട് അങ്ങനെ വെച്ചതാണ്. അപ്പോൾ ഇത് എന്തായാലും എനിക്ക് ഇതിൽ തീരെ റിഗ്രറ്റ് ഇല്ല. അടിപൊളി പ്രൊഡക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ ലിപ്സിനെ ഡ്രൈ ആക്കണേ ഇല്ല. ഭയങ്കര ഒരു നല്ല ടെക്സ്ചർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കുക. പിന്നെ അങ്ങനെ സ്കൂളിൽ പോകണ കോളേജിൽ പോകണ ഇതൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റാണ്. ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ ലഞ്ച് ബ്രേക്കിനോ ഇൻ്റർവെല്ലിനോ ഒക്കെ ഇങ്ങനെ മെല്ലെ അല്ലെങ്കിൽ ക്ലാസ് ടൈമിൽ ആരെങ്കിലുമൊക്കെ കാണാതെ ഇങ്ങനെ പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റാണ്. മറ്റേ സൂപ്പർ സ്റ്റേ ഒക്കെ എടുത്ത് ഇടണമെങ്കിൽ പിന്നെ അത് എവിടെയെങ്കിലുമൊക്കെ ആകുമോ അങ്ങനെ ഇതങ്ങനെ ഒന്നുമില്ല. ഇത് എടുക്കാതെ ഇതൊക്കെ ഉണ്ടാവും ലഞ്ച് ബ്രേക്കിനും ഇൻ്റർവെല്ലിനൊക്കെ ഫുഡ് കഴിച്ചതിന് ശേഷമൊക്കെ ഒന്നിങ്ങനെ നോക്കിയിട്ട് ഒക്കെ പൊയ്ക്കണോ നോക്കിയിട്ട് ഒന്നിങ്ങനെ ടച്ചപ്പ് ചെയ്ത് കൊടുക്കുന്ന പരിപാടിയൊക്കെ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയ ബെസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ ഞാനിത് എൻ്റെ അനിയത്തി പറഞ്ഞിട്ടാണ് ഇത് പർച്ചേസ് ചെയ്ത് ഇങ്ങനൊരു പ്രൊഡക്റ്റ് ഉണ്ടെന്ന് വാങ്ങി നോക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ അത്ര ഒന്നും കരുതുന്നില്ല. പക്ഷെ നല്ല പ്രൊഡക്റ്റാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഈ ചെയ്ത എല്ലാ പ്രൊഡക്റ്റിൻ്റെ ഷെയ്ഡ്സും ഞാൻ കൊടുക്കാം. ഇഷ്ടപ്പെട്ടോളൂ പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലിപ്സ്റ്റിക് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണില്ല എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ നിങ്ങളെ ഫേവറേറ്റ് ഷെയ്ഡ് ഏതാണ്, പിന്നെ എനിക്ക് ചേരുന്ന ഷെയ്ഡ് ഏതാണെന്നും ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്നോട് പറയാനുണ്ട് അല്ലെങ്കിൽ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ചിലരൊക്കെ പറയാറുണ്ട് എൻ്റെ സംസാരം ഭയങ്കര ഓവറാണ്, പിന്നെ ഇത് ഭയങ്കര ഓവറാണ് അങ്ങനെയൊക്കെ. സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ നോർമലി ഇല്ല പോലെ തന്നെയാണ് സംസാരിക്കാറ്. പിന്നെ നമ്മളിപ്പോൾ വീട്ടിൽ പറയണ അതേപോലെ ഇങ്ങോട്ട് നമ്മൾ ഒരു ക്യാമറയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആരും പറയില്ലല്ലോ. എന്തായാലും കുറച്ചൊരു കീപ്പ് ചെയ്തിട്ടല്ലേ പറയുക. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അല്ലാതെ പക്കാ ആർട്ടിഫിഷ്യലായിട്ടൊന്നും ഞങ്ങളുടെ മുമ്പിൽ വരാറില്ല. ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.